സുറുമി രചന അവന്തിക അവതരണം സെൽസാമുസ്തു. ഹൃദയങ്ങൾ വെങ്ങിപ്പൊട്ടുകയായിരുന്നു. ഒരിക്കലും അവളിൽ നിന്ന് അവനോ അവനിൽ നിന്ന് അവൾക്കോ തിരികെ പോകാൻ ആഗ്രഹമില്ലായിരുന്നു. കണ്ണിലൂറി വന്ന മെഴുനീർ കണങ്ങൾ അവൻ കാണാതിരിക്കാൻ അവൾ മുഖം തിരിച്ചു. അവളുടെ മുഖത്തെ വേദന ഇനിയും കാണാൻ ത്രാണിയില്ലാത്തതുപോലെ അവൻ കണ്ണുകളടച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു. ദീർഘമായി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് പുറകെ അവളും. മഷൂദ് വാതിൽ തുറന്നതും മുമ്പിലൊരു വശത്തേക്ക് ചെരിഞ്ഞ് വാതിലിനോട് ചേർന്ന് 3 ചെവികൾ. മഷൂദ് ദയനീയമായി സുറുമിയെ നോക്കി. അവൾ അവനെ. വാതിൽ തുറക്കുന്നത് പ്രതീക്ഷിക്കാത്ത നീക്കമായതുകൊണ്ട് തന്നെ ഹിബയുടെ നിഹാലിൻ്റെ ഖനയുടെ മുഖത്തെ ചമ്മൽ കണ്ട് സുറുമി ചിരിയടക്കാൻ പാടുപെട്ടു. ഗൗരവം നടിച്ചുകൊണ്ട് മഷൂദ് നിഹാലിൻ്റെ ചെവിയിൽ പിടുത്തമിട്ടു. അവനെ കൊണ്ട് റൂമിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി. അടുത്ത നിമിഷം തന്നെ ഹനയും ഹിബയും റൂമിലേക്ക് പാഞ്ഞു കയറി. സുറുമിയെ വലിച്ച് അവർക്ക് മുമ്പിലായി നിർത്തി. രണ്ടുപേരും ചുണ്ടിൽ ഒളിച്ചു വെച്ച ചിരിയോടെ തന്നെ അവളെ നോക്കാൻ തുടങ്ങി. രണ്ടുപേരും വിദഗ്ധമായി പരിശോധിക്കുന്നത് കാണെ സുറുമി കൈകെട്ടി ചിരിയോടെ തന്നെ നിന്നു കൊടുത്തു. എന്തേ കഴിഞ്ഞോ? ബോഡി ചെക്കപ്പേ കഴിഞ്ഞെങ്കിൽ എനിക്കങ്ങോട്ട് പോകായിരുന്നു. ഒന്നും കിട്ടാതെ വന്നപ്പോൾ നിരാശയുടെ ഹനയും പോയി പരസ്പരം നോക്കിക്കൊണ്ട് പ്രത്യേക താളത്തോടെ സുറുമി ചോദിച്ചു. ഇല്ല, മാറങ്ങോട്ട്. ട്രെയിൻ നടന്ന സ്ഥലം ഒന്ന് പരിശോധിക്കട്ടെ. ഹന അവളെ പുച്ഛിച്ചുകൊണ്ട് ചുറ്റും നോക്കി. വൃത്തിയായി വിരിച്ച ബെഡ്ഷീറ്റ് പോലും ചുരുങ്ങി വീഴാതെ അതുപോലെ ഉണ്ടെന്ന് കണ്ടപ്പോൾ അവൾ നിരാശയുടെ ഹിബയുടെ പ്രത്യേകത്തേക്ക് നോക്കി. അതെ, ഇത് നദീനോ നിഹാലോ അല്ല, വേങ്ങട്ട് മഷൂദാണ്. ഓർമ്മയിലിരിക്കട്ടെ. ഒത്തിരി അഹങ്കാരത്തോടെ രണ്ടുപേരുടെ പറഞ്ഞുകൊണ്ട് സുറുമി തിരിഞ്ഞു നടന്നു. അപ്പോഴേക്കും കൊടുക്കലും വാങ്ങലും കഴിഞ്ഞ ശേഷം മഷൂദ് നിഹാലും എത്തിയിരുന്നു. മുഖം ചുളിച്ചുകൊണ്ട് പതുക്കെ ചെവിയിലും തോളിലുമായി തടവുന്നുണ്ടായിരുന്നു നിഹാൽ. ആർക്കെത്രയും ത്വര? കുറുമ്പ് നിറഞ്ഞൊരു അവൻ്റെ ചോദ്യത്തിൽ. നവിക്ക. ഹിബയും മനയും ഒരേ സ്വരത്തിൽ പറഞ്ഞു. ഒരെമ്പട്ടുള്ളവരെ രണ്ടുപേരും കൂടെ തന്നെ എനിക്കുള്ളത് മഷു. അല്ലാതെ പഠിച്ചവനാണ് എനിക്ക് പൂതിയില്ലായിരുന്നു. ഈ വെറ്റകളെ തന്നെയാ. അവൻ അവരെ നോക്കി പല്ലുറുമ്പി. അവർ കളിക്കുമ്പോഴും ഇളകാൻ നിന്നിട്ടല്ലേ. സാരില്ല, പോട്ടെ. എല്ലാം കഴിഞ്ഞെങ്കിൽ എനിക്കൂടെ ഉറങ്ങായിരുന്നു. മഷൂദ് നിഹാലിൻ്റെ 2 തോളിലും പിടിച്ച് സ്നേഹത്തോടെ തിരിച്ചമർത്തി. വേദന കൊണ്ട് നിഹാൽ പുളയുന്നുണ്ടായിരുന്നു. മഷൂദ് പറഞ്ഞത് കേൾക്കെ അതുവരെ പുഞ്ചിരിയുടെ നിന്നിരുന്ന സുറുമിയുടെ മുഖം വാടി. പെട്ടെന്ന് തന്നെ അവൾ തിരികെ പുഞ്ചിരി എടുത്തണഞ്ഞു. നോക്കിയില്ലെങ്കിലും മഷൂദ് കാണുന്നുണ്ടായിരുന്നു അവളുടെ വേദന. ഒരിക്കലും വിട്ടുകൊടുപ്പോക്കാത്ത വണ്ണം അവളെ ചേർത്ത് പിടിച്ച് ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാതെ മതിവരോളം കാണാനും സംസാരിക്കാനും പറ്റിയിരുന്നെങ്കിലെന്നവൻ അതിയായി ആഗ്രഹിച്ചു പോയി. യാത്ര പറഞ്ഞുകൊണ്ടവൻ പോകാനൊരുങ്ങി. കരിങ്കല്ല് കയറ്റി വെച്ച പോലെ നെഞ്ചകം വിങ്ങുന്നുണ്ടായിരുന്നു. തൊണ്ടയിൽ എന്തോ കുരുങ്ങിക്കിടക്കുന്ന പോലെ. അപ്പോഴവൻ പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. വേദനയും നിസ്സഹായാവസ്ഥയും കലർന്ന പുഞ്ചിരി. ഇനി എന്ന് കാണുമെന്ന് അറിയാതെ വേദനയോടെ അവനെ നോക്കി കാണുന്ന അവളുടെ മഴികളിൽ മിഴുനീർന്നുള്ളികൾ ഉരുണ്ടുകൂടി മുന്നിൽ നിൽക്കുന്ന അവൻ്റെ രൂപത്തിനെ മങ്ങലേൽപ്പിച്ചപ്പോൾ തുടരെ തുടരെ കൺപീലികളെ ഇണരാൻ അനുവദിച്ചുകൊണ്ടവൾ അവയെ അടക്കി നിർത്തി. യാത്ര ചോദിച്ചുകൊണ്ടവൻ്റെ മിഴികൾ ഹനയും ഹിബയും നിഹാലിനെയും വേദനയോടെ പുഞ്ചിരിയോടെ നോക്കി. അവസാനം പ്രിയപ്പെട്ടവളിൽ അതൊടുക്കി നിന്നു. പിൻവലിക്കാൻ മടിച്ചുകൊണ്ടത് അവളുടെ മുഖത്തെ ഭാവം എന്താണെന്ന് അറിഞ്ഞു. അവനനുസരിച്ചുകൊണ്ട് അവൻക്ക് വേണ്ടി മനോഹരമായ പുഞ്ചിരി അവളിലെപ്പോഴും ഉണ്ടായിരുന്നു. കഷ്ടപ്പെട്ട് അവളിൽ നിന്ന് കണ്ണുകളെ അടർത്തി മാറ്റി തിരിഞ്ഞു നടക്കുമ്പോൾ ഇനിയൊരു നോക്ക് കാണുന്നത് വരെ ഓർത്തിരിക്കാനെന്ന വണ്ണം കൂടുതൽ തെളിമയോടെ ആ മുഖം അവനിൽ നിറഞ്ഞു നിന്നു. പിറ്റേന്ന് കോളേജിലേക്ക് എത്തിയപാടെ സുറുമി പോയത് സഫയുടെ അടുത്തേക്കാണ്. കലിങ്ങിയ കണ്ണുകളും ചുവന്നിരിക്കുന്ന മൂക്കിൻ്റെ തുമ്പും വിളിച്ചു ഓതുന്നുണ്ടായിരുന്നു സഫയുടെ നോവിൻ്റെ ആയം. ഒട്ടൊരു നേരം വാക്കുകൾ പോലും അവർക്കിടയിൽ ഇറങ്ങി വരാൻ മടിച്ചു നിന്നു. എപ്പോഴാ ഇറങ്ങി? സുറുമി ചോദിച്ചു. പുലർച്ചെ 1 മണി. നേർന്നു പോയിരുന്നു സഫയുടെ ശബ്ദം. നവിക്ക വന്നോ കൊണ്ടുപോകാൻ? അവൾ വിളിങ്ങനെ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. വെറുതെ ഒന്ന് മൂളിയവൾ. പോകുന്ന സമയം ഉമ്മാനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു മഷുച്ച. അത് കണ്ടപ്പം സഹിക്കാൻ പറ്റിയില്ല. ആദ്യമായ മഷുച്ച പോകുന്ന സമയത്ത് കരയുന്നതായി കാണുന്നത്. കവിളിനെ തഴുകിറങ്ങിയ കണ്ണുനീർ അവൾ ഉള്ളം കയ്യാലെ തുടച്ചു മാറ്റി. വെറുതെ പോലും ഒരു വാക്ക് പറഞ്ഞ് അവൾ സാന്ത്വനിപ്പിക്കാൻ കഴിയുന്നില്ല. വല്ലാത്തൊരു നീറ്റൽ. നെഞ്ചിലെ ഭാരം തൊണ്ടയിൽ കുരുങ്ങി ശ്വാസം മുട്ടുന്ന പോലെ. സുറുമി ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചു. എന്നിട്ട് അവ വിറകൊള്ളുന്നുണ്ടായിരുന്നു. നീർത്തുള്ളികൾ അനുസരണയില്ലാതെ ചാലിട്ടൊഴുകുമെന്നായപ്പോൾ അവൾ സഫയുടെ കൈ പിടിച്ച് നമർത്തി. കാഴ്ചയെ മറിച്ച കണ്ണുനീർത്തുള്ളികളെ സ്വതന്ത്രമായി ഒഴുകാൻ വിട്ടുകൊണ്ടവൾ തിരിഞ്ഞു നടന്നു. വൈകിട്ട് കോളേജ് വിട്ടിറങ്ങുമ്പോൾ സൽമാൻ കാത്തിരിപ്പുണ്ടായിരുന്നു. സൽമാൻ നിൽക്കുന്നത് കണ്ടപ്പം സഫയും കുട്ടി സുറുമ അവൻ്റെ അടുത്തേക്ക് വന്നു. ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ മഷോടെത്തി. ഉച്ചക്കനെ വിളിച്ചിരുന്നു. 2 പേരോടായി സൽമാൻ പറഞ്ഞു. മറുപടി 2 പേരും ആശ്വാസത്തോടെ പുഞ്ചിരിച്ചു. ഇന്നലെ ഒട്ടും ഉറങ്ങിയില്ലേ? കണ്ണൊക്കെ വല്ലാണ്ടിരിക്കുന്നു. സുറുമിയുടെ തോളിലൂടെ ഒരു കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ടവൻ പറഞ്ഞെങ്കിലും നോട്ടം മുടക്കുന്നത് സഫയുടെ മുഖത്താണ്. മറുപടി ഒന്ന് കണ്ണടച്ച് കാണിച്ച സഫ. എത്ര അടക്കി നിർത്തിയിട്ടും വിളിക്കാതെ വന്ന അതിഥിയെപ്പോലെ നീർമണിമുത്തുകൾ പോലെ മിഴികൾ ഉരുണ്ടുകൂടിയ കണ്ണുനീരിനെ മറക്കാനെന്ന വണ്ണം സുറുമി സൽമാന്റെ തോളിലേക്ക് മുഖം ഒളിപ്പിച്ചു. ഒട്ടും അനുസരണയില്ലാതെ സ്ഥലകാല ബോധമില്ലാതെ വരുന്ന കണ്ണുനീരിനോട് അവൾക്ക് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി. കണ്ടോ സഫ, ഇവൾക്കൊരു സ്വഭാവമുണ്ട്.
ചെറുതിലേക്ക് ഞാനും ഇവള് നല്ല അടിയുണ്ടാകും. എനിക്ക് പിടുത്തം കിട്ടാൻ ഇവളെ മുടിയില്ല. ഞാനത് പിടിച്ചങ്ങ് വലിക്കും. വേദന കൊണ്ട് ഇവള് പിടയുന്നുണ്ടാകും. ഇവള് സഹിച്ചിരിക്കും. എന്തിന്? മുഖത്ത് പോലും വേദനയുടെ ഒരംശം പോലും കാണിക്കൂല. വാശിയോടെ പൊരുതും. ഒക്കെ കഴിഞ്ഞ് പിന്നെ വല്ല ഫോണിലിരുന്ന് നമ്മൾ കാണുക. ഒരാളെ കാണാൻ കരുന്നത് ഇവൾക്ക് ഭയങ്കര നാണക്കേടാ. ഇപ്പൊ തന്നെ കണ്ടില്ലേ മുഖം മറച്ചു വെച്ച് കയറിയണേ. എൻ്റെ ഷർട്ടെല്ലാം അപ്പടി വൃത്തിക്കേടാക്കി. ചിരിയോട് അവൻ പറഞ്ഞത് കേട്ടപ്പോൾ അവൾ അവൻ്റെ ഷർട്ടിൽ മുഖമമർത്തി തുടച്ചുകൊണ്ട് നേരെ നിന്നു. കണ്ണുകൾ കരങ്ങിയിരുന്നെങ്കിലും ചുണ്ടിലാ പുഞ്ചിരി എപ്പോഴും അവൾ എടുത്തണിഞ്ഞിരുന്നു. ദിവസങ്ങൾ കൊഴിഞ്ഞുപോകെ മനസ്സിലെ നീറ്റലിന് ശമനം വന്നിരുന്നു. അവനോടുള്ള പ്രണയം ഹൃദയത്തിൽ നിന്നും ആത്മാവിലേക്ക് വ്യാപിക്കുമ്പോൾ ഇനി നീണ്ടൊരു കാത്തിരിപ്പാണെന്ന് മനസ്സും അംഗീകരിച്ചു തുടങ്ങിയിരുന്നു. കാണാതെ അറിയാതെ ഒരു വാക്കുപോലും സംസാരിക്കാതെ സഫയിൽ നിന്ന് കേൾക്കുന്ന സുവിവരങ്ങൾ മാത്രം മതിയായിരുന്നു അവൾക്ക്. അവനെ ഓർത്തിരിക്കാൻ, കാത്തിരിക്കാൻ. തനിക്ക് വേണ്ടി അവൻ എഴുതിയ കത്തായിരുന്നു അവളുടെ ജീവനും ശ്വാസവും. അതിലെ ഓരോ അക്ഷരങ്ങളും ഓരോ വരികളും മനപ്പാടമാണെങ്കിലും ദിനചര്യ പോലെ അതെടുത്ത് വായിക്കലും ഭംഗിയെ എഴുതിയ കൈപ്പാടയെ സ്നേഹപൂർവ്വം തഴുകലും അവളുടെ പതിവ് ചെയ്തിയായി മാറിയിരുന്നു. സൽമാനും സുർമിയും മാത്രമല്ല, പതുക്കെ സെമീറയും വാപ്പയിൽ നിന്ന് അകലം പാലിച്ചു തുടങ്ങി. സുർമിയുടെയും സെമീറയുടെയും ആവശ്യങ്ങൾക്കുള്ള പൈസ പോലും സൽമാൻ കൊടുക്കുന്നതുകൊണ്ട് അതിനുപോലും അവർ വാപ്പയെ സമീപിക്കാതെയായി. എതിർത്ത് സംസാരിച്ചോ ധിക്കരിച്ചോ വാപ്പാനെ തോൽപ്പിക്കാൻ അവർക്കാവില്ലായിരുന്നു. എന്നും ബഹുമാനിച്ചും അനുസരിച്ച് മാത്രമേ ശീലിച്ചിട്ടുള്ളൂ. കമ്പനിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം സൽമാൻ ഏറ്റെടുത്തതും അയാൾക്കിനി കമ്പനി സംബന്ധമായ കാര്യങ്ങൾ ഇടപെടാനും നോക്കി നടത്താനുള്ള ആരോഗ്യസ്ഥിതി ഇല്ലാത്തതും കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കി. മൗനം സമ്മതം മാത്രമല്ല, നിശബ്ദമായ പ്രതിഷേധത്തിന്റെ ശക്തമായ ഭാഷ കൂടിയാണെന്ന് അവർ തെളിയിക്കുകയായിരുന്നു. വാപ്പയുടെ മക്കളുടെ മൗനം കൊണ്ട പ്രതിഷേധം കൂടുതൽ അസ്വസ്ഥമാക്കിയത് അവരുടെ ഉമ്മയായിരുന്നു. എല്ലാം നന്മയിൽ ചെന്ന് അവസാനിക്കാൻ ആ മാതൃഹൃദയം പഠിച്ചവനോട് താണുകേട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അവരുടെ മൗന പ്രതിഷേധം അയാൾക്ക് തെല്ലൊരു വിഷമവും നൽകിയില്ലെന്ന് മാത്രമല്ല, അയാൾ സുർമിക്ക് കല്യാണം ആലോചിച്ചു തുടങ്ങുകയും ചെയ്തു. വാപ്പ സുർമിക്ക് കല്യാണം ആലോചിച്ചു തുടങ്ങിയെന്ന് ബോക്കർ രവിയേട്ടൻ പറഞ്ഞതറിഞ്ഞാണ് സൽമാൻ അറിയുന്നത്. കാര്യനിഹാലമായി കൂടിയാലോചിച്ച് വരുന്ന ആലോചനകൾ എന്തെങ്കിലും പറഞ്ഞ് വാപ്പയുടെ കാതിലെത്താതെ അവൻ ശ്രദ്ധിച്ചു. അതിനെ രവിയേട്ടനോട് വാപ്പയോട് പറയുന്നതിന് മുമ്പ് അവനെ അറിയിക്കണമെന്നും അവൻ ചട്ടം കെട്ടി. സുർമിയുടെ ഈ കാര്യം സൽമാൻ മറച്ചു വെക്കുകയും ചെയ്തു. മഷൂദിനൊപ്പമുള്ള ഓരോ ചെറിയ നിമിഷങ്ങൾ ഓർത്താണ് അവൾ ദിവസങ്ങൾ തള്ളി നീക്കുന്നത് പോലും. വാപ്പയുടെ നീക്കം അവളെ കൂടുതൽ മാനസിക സംഘർഷത്തിലാക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവനത് മറച്ചു വെച്ചു. ഫഹീമിനെയും ഫഹിമയും വിലയെടുത്തു നിന്ന് പോകാനുള്ള എളുപ്പമുള്ള സ്കൂളിൽ ചേർക്കാനായിരുന്നു അഭിപ്രായം മുന്നോട്ട് വെച്ചത് സൽമാനാണ്. കാര്യങ്ങളുടെ സജീവസ്ഥിതി മാറ്റമൊന്നും ഇല്ലാത്തത് കൊണ്ടും വലിയടത്ത് നിന്ന് ഇപ്പോൾ കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്കൂളിലേക്ക് പോകാൻ പ്രയാസമായതുകൊണ്ടും സമീറ സൽമാൻ്റെ അഭിപ്രായത്തോട് യോജിച്ചു. കുട്ടികളെയും കൊണ്ട് പുതിയ സ്കൂളിലേക്ക് അഡ്മിഷൻ എടുത്ത് വരുന്ന വഴിയാണ് കേട്ട് മാത്രം പരിചയമുള്ള സഫയൊന്ന് കണ്ടാൽ കൊള്ളാമെന്ന് സമീറ പറഞ്ഞത്. കേട്ടപാടെ ഫഹീം ബഹളമായി. മാമിയെ കാണാൻ അവർക്കും തിടുക്കമായി. അങ്ങനെ അവർ വണ്ടി നേരെ കോളേജിലേക്ക് വിട്ടു. ഭാഗ്യവശാൽ കൃത്യം കോളേജ് വിടുന്ന സമയത്താണ് അവർ എത്തിയത്. കോളേജിലേക്ക് വരുന്ന സമയത്ത് കോളേജ് വിടുന്ന സമയത്ത് മാത്രമേ സുർമിക്കും സഫക്കും കാണാൻ പറ്റാറുള്ളൂ. അതുകൊണ്ട് തന്നെ മിക്ക ദിവസവും കോളേജ് വിട്ടു മുതൽ ബസ് വരുന്നത് വരെ ഓരോന്ന് സംസാരിച്ചുകൊണ്ട് നടക്കുന്നത് അവർക്കും പതിവാണ്. വെള്ളിയാഴ്ച അല്ലാത്ത ദിവസങ്ങളിൽ ആനയും ഉണ്ടാകും. വെള്ളിയാഴ്ച ആനയെ നദിയും കൂട്ടിക്കൊണ്ടു പോകാറാണ് പതിവ്. അന്നൊരു വെള്ളിയാഴ്ച ആയതുകൊണ്ട് ആനയെ നദി നേരത്തെ വന്ന് കൊണ്ടുപോയിരുന്നു. ഉപ്പിലിട്ട നെല്ലിക്കയിൽ നിന്ന് എന്തൊക്കെയോ സംസാരിച്ചിരുന്നു വരുന്ന സുർമിയയും സഫയും സൽമാൻ കാറിലിരുന്ന് കൊണ്ട് തന്നെ സമീറാക്കും മകൾക്കും കാണിച്ചു കൊടുത്തു. ദീദിയുടെ ഒപ്പം ഉള്ളതാണോ മാമി? ഫഹിമാൻ ചോദിച്ചു. അതേന്ന് തലകുനിക്ക് കാണിക്കുമ്പോൾ അവൻ്റെ ചുണ്ടിലെ ചിരിയും കണ്ണിലെ തിളക്കവും സമീറ കാണുന്നുണ്ടായിരുന്നു. സൽമാന്റെ മുഖത്തെ സന്തോഷം കാണേ വെറുമൊരു തറവാടിൻ്റെ മരിച്ചുപോയ ഉപ്പാന്റെ പണ്ടെങ്ങോ അറിയാതെ ചെയ്ത് തെറ്റിനെയും ചൂണ്ടി വാപ്പ വാശി കാണിക്കുന്ന ഓർത്തപ്പം സമീറക്ക് വാപ്പയുടെ പരിഭവം തോന്നി. തുടരും. ബാക്കി എന്താ പറയുക? ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്ത് കാത്തിരിക്കുക. ഇസ്മി സൽസാ മുസ്ത സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.